ഹലോ ഡിയർ നഴ്സിംഗ് ഓഫീസേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ് ഈസ് ഓപ്ഷൻ എ കേസ് സ്റ്റഡി, ബി ലെക്ചർ മെത്തേഡ്, സി ഡിസ്കഷൻ, ഡി ഡെമോൺസ്ട്രേഷൻ. അപ്പം ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കേസ് സ്റ്റഡി. അപ്പോൾ ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡിൽ ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് സിംഗിൾ ഇൻഡിവിജ്വൽ ആസ് ബേസിസ് ഫോർ ഡയഗ്നോസ്റ്റിക് ഓർ റെമഡിയൽ പർപ്പസസ്. എ അനക്ഡോട്ടൽ, ബി റേറ്റിംഗ് സ്കെയിൽ, സി കേസ് മെത്തേഡ്, ഡി ഇൻവെൻട്രി. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കേസ് മെത്തേഡ്. Case study method gives a total perspective of patient and the care he requires and receives. കേസ് സ്റ്റഡി മെത്തേഡിൽ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കുറിച്ചുള്ള ഒരു പേഷ്യൻ്റെ കെയറിനെ കുറിച്ച് അല്ലെങ്കിൽ അവരെ ചികിത്സയെക്കുറിച്ചുള്ള ടോട്ടലായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അവർക്ക് എന്തൊക്കെ കെയർ അവർക്ക് കിട്ടുന്നുണ്ട്, അവരെന്തൊക്കെ കെയർ റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം മൊത്തം ഒരു ഇൻഫർമേഷൻസ് നമുക്ക് കേസ് സ്റ്റഡി മെത്തേഡ് വഴി കിട്ടുന്നുണ്ട്. Next question is the most effective teaching method to stimulate effective learning is A discussion, B demonstration, C lecture method, D panel discussion. The right answer is answer B demonstration. Next question is best method to teach post-operative deep breathing and coughing exercise. Option A group discussion, B symposium, C demonstration, D lecture method. The right answer is option C demonstration. The best method of teaching nursing skill is by demonstration method. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒരു പേഷ്യൻറ്റിന് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ടീച്ച് ചെയ്യുന്ന സമയത്ത് അവരിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു സ്കില്ല്, ഒരു നഴ്സിംഗ് സ്കില്ല് അല്ലെങ്കിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാവട്ടെ, ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനോട് കാഫ് മസിൽ എക്സസൈസ് പറഞ്ഞു കൊടുക്കുകയാണ്, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ ഒരു സ്കില്ല് നമ്മൾ ടീച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. Next question is the method of teaching in which a group of individuals come together to solve problems of a given subject in a specified time. Option A seminar, B symposium, C panel discussion, D workshop. The right answer is symposium. Symposium means investigation or solution of a problem by a group of people with some special knowledge of particular subject. The ideal number of participants are 4 to 5 people. Consists of chairperson as speakers and audience. അപ്പോൾ സിമ്പോസിയം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു 4 to 5 പീപ്പിൾ ഇരുന്നിട്ട് ആ ഒരു 4 to 5 പീപ്പിളാണ് പാർട്ടിസിപ്പൻസ്. അവർ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അവർ സംസാരിക്കും. ഓക്കെ, അതിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, ആളെ നമ്മൾ സ്പീക്കർ എന്നാണ് പറയുക, പിന്നെ ഓഡിയൻസ് ഉണ്ടായിരിക്കും. Next question is which method of teaching is alternative to the lecture method? A group discussion, B symposium, C panel discussion, D demonstration. അപ്പം ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ബി സിമ്പോസിയം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളെ ടീച്ചിങ് മെത്തേഡിന് അല്ലെങ്കിൽ നമ്മളെ ഈ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്ന ടീച്ചിങ് മെത്തേഡിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ ലെക്ചർ മെത്തേഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചിങ് ഓൾട്ടർനേറ്റീവ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സിമ്പോസിയമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെൻ എ ഗ്രൂപ്പ് ഓഫ് 6 to 8 ക്വാളിഫൈഡ് എക്സ്പേർട്സ് ഡിസ്കസ് എ ടോപ്പിക് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓഡിയൻസ് ഈസ് സെഡ് ടു ബി. ഓപ്ഷൻ എ പാനൽ ഡിസ്കഷൻ, ബി ഗ്രൂപ്പ് ഡിസ്കഷൻ, സി സെമിനാർ, ഡി വർക്ക്ഷോപ്പ്. The right answer is option A panel discussion. Group of persons sits and discuss on a given problem or topic in front of a large group is panel discussion. നമ്മൾ പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്ന സമയത്ത്
ഒരു ഗിവൺ ടോപ്പിക്ക് നമുക്ക് തന്നിരിക്കും. അപ്പം നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നു. കുറച്ച് ആൾക്കാർ, ഒരു 6 to 8 പേഴ്സൺസ്, 6 മുതൽ 8 വരെയുള്ള ആൾക്കാർ ഇരുന്നിട്ട് ഒരു ഗിവൺ ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നു. പാനൽ ഡിസ്കഷൻസ് ആർ മോർ ഇൻട്രാക്റ്റീവ് ആൻഡ് കോൺവെർസേഷണൽ. സിമ്പോസിയം ആർ മോർ ഫോർമൽ ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ വിത്തിൻ എ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക്. അപ്പോൾ നമ്മൾ ഓർക്കുക, സിമ്പോസിയും പാനൽ ഡിസ്കഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, പാനൽ ഡിസ്കഷൻ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവാണ്, അവർ കോൺവെർസേഷണലാണ് അല്ലേ, അവർ കുറച്ചും കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നു, അവർ സംസാരിക്കുന്നു, ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് അതിനെ ഡിസ്കസ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ സിമ്പോസിയം എന്ന് പറയുന്നത് ഒരു ഫോർമലായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. അതിൽ ഓരോ വ്യക്തികളും അവരെ ഭാഗങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു കോൺവെർസേഷണൽ ടോക്ക് നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നില്ല. അവർ ഒരു ഗിവൺ ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തികളായിട്ട് വന്നിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു, അവർ പോകുന്നു, അങ്ങനെയാണ്. പക്ഷേ നമ്മൾ പാനൽ ഡിസ്കഷനിൽ ആ പേര് പോലെ തന്നെ ഡിസ്കഷൻ അല്ലേ, അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഗിവൺ ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവിടെ ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിം വർക്കിലാണ് സിമ്പോസിയം കടന്നു പോകുന്നത്. അപ്പോൾ സിമ്പോസിയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫോർമലായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിം വർക്കിൽ പോകുന്ന ഒരു പ്രസൻറ്റേഷനാണ്, ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷനാണ് നമ്മൾ സിമ്പോസിയം എന്ന് പറയുന്നത്. പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസ്കഷൻ ടൈപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഈസ് പോസിബിൾ ഇൻ ടീച്ചിങ് ത്രൂ എ ലെക്ചർ മെത്തേഡ്, ബി ഡിസ്കഷൻ മെത്തേഡ്, സി ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്, ഡി AVAs. The right answer is option B, discussion method. Next question is, the most effective teaching method is stimulating cognitive domain is A discussion, B demonstration, C textbook, D self instructional material. The right answer is discussion. അപ്പം നമ്മൾ കൊഗ്നിറ്റീവ് ഡൊമൈനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പം നമ്മൾ കൊഗ്നിറ്റീവ് ഡൊമൈനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഐഡിയാസ്, നമ്മൾ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഡിസ്കഷൻ വഴിയാണ് അല്ലേ. അപ്പോൾ ഡിസ്കഷൻ ഇൻക്ലൂഡ്സ് ഇൻ്റർചേഞ്ചിങ് ഓഫ് ഇൻഫർമേഷൻസ്, ഒപ്പീനിയൻസ്, ഷെയറിങ് ഓഫ് ഐഡിയാസ്. അപ്പോൾ നമ്മളെ ഒപ്പീനിയൻസ്, നമ്മളെ അഭിപ്രായങ്ങൾ, നമ്മളെ ഐഡിയാസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഡിസ്കഷൻ ത്രൂ ആണ് അല്ലേ. അപ്പോൾ ഡിസ്കഷനിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കൊഗ്നിറ്റീവ് ഡൊമൈനാണ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. കാരണം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാം. ഇറ്റ് ഈസ് എ കൺസ്ട്രക്റ്റീവ് പ്രോസസ്, ഇൻവോൾവ്സ് ലിസണിങ്, തിങ്കിങ് ആൻഡ് സ്പീക്കിംഗ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഡിസ്കഷൻ എന്ന് പറയുന്ന അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട്, നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊഗ്നിറ്റീവ് ആസ്പെക്റ്റിനെയാണ് ഡിസ്കഷനിൽ ശരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. Next question is, all of the following are maxims of teaching except A proceed from simple to complex, B proceed from known to unknown, C proceed from abstract to concrete, option D proceed from particular to general. അപ്പോൾ നമുക്ക് ടീച്ചിങ്ങിലുള്ള മാക്സിംസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പം എക്സെപ്റ്റ് എന്നുള്ളതാണ് നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ വരുന്ന ഒരു കാര്യം മാത്രം മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നില്ല അല്ലേ. അപ്പോൾ അത് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദ റൈറ്റ് ആൻസർ ഈസ് പ്രൊസീഡ് ഫ്രം അബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ്. നമ്മൾ മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത് എപ്പോഴും നമ്മൾ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റൈറ്റ് മാക്സിമം ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത് പ്രൊസീഡ് ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് ആണ്, അല്ലാതെ അബ്സ്ട്രാക്റ്റ് ടു കോൺക്രീറ്റ് അല്ല. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വാട്ട് ആർ ദ മാക്സിംസ് ഓഫ് ടീച്ചിങ് അല്ലേ. അപ്പോൾ ഫ്രം നോൺ ടു അൺനോൺ, ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്, ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ, ഫ്രം ഹോൾ ടു പാർട്ട്, ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ, ഫ്രം ഇൻഡക്ഷൻ ടു ഡിഡക്ഷൻ, ഫ്രം എംപിരിക്കൽ ടു റാഷണൽ, ഫ്രം അനാലിസിസ് ടു സിന്തസിസ്. ഇതെല്ലാം മാക്സിംസ് ഓഫ് ടീച്ചിങ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, the person creating his own universe through his perception is referred to as A problem solving, B critical thinking, C creative thinking, D reasoning. അപ്പം ഒരു വ്യക്തി അല്ലെ, ഒരു പേഴ്സൺ അവരെ പെർസെപ്ഷനിലൂടെ അവരുടേതായ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവരുടെ പെർസെപ്ഷനിലൂടെ ഒരു ലോകം അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ക്രിയേറ്റീവ് തിങ്കിങ്. Next question is, learning is most effective when there is A teacher's activity, B provision of books,
സി ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ്, ഡി ലേണേഴ്സ് ആക്ടിവിറ്റി. ലേണിങ് അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് വളരെ എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ഈസ് ഡി ലേണേഴ്സ് ആക്ടിവിറ്റി അല്ലേ. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ. അതായത് ലേണർ തന്നെയാണ്. പഠിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആരാണോ അവരാണ് ലേണർ അല്ലേ. അപ്പോൾ ലേണറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ലേണറിൻ്റെ ആക്ടിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലേണറാണ് അല്ലേ. അപ്പോൾ ലേണർ ആക്ടിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. എ കരിക്കുലം, ബി ഇവാലുവേഷൻ, സി ബോത്ത് എ ആൻഡ് ബി, ഡി ഫിലോസഫി. ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് നമ്മൾ ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കരിക്കുലം ഇവാലുവേഷനും നമുക്ക് വേണം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾ ആർ പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് എക്സെപ്റ്റ്. ഓപ്ഷൻ എ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടിവേഷൻ, ബി പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി, സി പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കണക്റ്റിംഗ് ലൈഫ്. The right answer is option C, principle of organization. General principles of teaching are principle of definitive aim, activity or learning by doing, linking of teaching with the actual life, that means connecting life, principle of planning, interest or motivation, sympathy and kind atmosphere, flexibility and cooperation, diagnostic and remedial teaching, പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പണിഷ്മെൻറ്റ് ഈസ് എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് വീക്കൻസ്. എ അൺഡിസൈറബിൾ റെസ്പോൺസ്, ബി ഡിസൈറബിൾ റെസ്പോൺസ്, സി പോസിറ്റീവ് റെസ്പോൺസ്, ഡി നെഗറ്റീവ് റെസ്പോൺസ്. ദ റൈറ്റ് ആൻസർ ഈസ് അൺഡിസൈറബിൾ റെസ്പോൺസ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഈസ് എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് വീക്കൻസ് അല്ലേ. അപ്പം എന്ത് കാര്യത്തിന് നമ്മൾ വീക്കൻ ചെയ്യുമ്പോഴാണ് പണിഷ്മെൻറ്റ് അവിടെ എഫക്റ്റീവ് ആവുന്നത് അല്ലേ. നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പം അവിടെ ഏത് ബിഹേവിയറാണ് അല്ലെങ്കിൽ ഏത് റെസ്പോൺസാണ് അവിടെ വീക്കൻ ആവേണ്ടത് അല്ലെ, അതിൻ്റെ ഏത് ഇതാണ് കുറഞ്ഞു വരേണ്ടത്. അപ്പം നമ്മൾ പണിഷ്മെൻറ്റ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരാളൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കുമ്പോഴാണ് അല്ലേ. അപ്പം അൺഡിസൈറബിൾ ആയിട്ടുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കാണിക്കുമ്പോഴാണ് നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യകത വരുന്നത് അല്ലേ. അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് അൺഡിസൈറബിൾ റെസ്പോൺസ്. അൺഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു റെസ്പോൺസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് അൺഡിസൈറബിൾ റെസ്പോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ വെരി യൂസ്ഫുൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ഈസ് ദാറ്റ് ന്യൂ റെസ്പോൺസ് ഈസ് സ്ട്രെങ്തൻഡ് ബൈ എ പണിഷ്മെൻറ്റ്, ബി റീഇൻഫോഴ്സ്മെൻറ്റ്, സി ബയോഫീഡ്ബാക്ക്, ഡി സ്റ്റിമുലസ്. ദ റൈറ്റ് ആൻസർ ഈസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ന്യൂ റെസ്പോൺസിനെ ഒരു നല്ല റെസ്പോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേണിങ്ങിൽ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അല്ലേ. അപ്പം നല്ലൊരു റെസ്പോൺസ് അല്ലേ, ഒരാൾ നല്ലൊരു റെസ്പോൺസ് നല്ലൊരു ബിഹേവിയർ കാണിക്കുമ്പോൾ നമ്മൾ അവരെ റീഇൻഫോഴ്സ് ചെയ്യണം അല്ലേ. റീഇൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്വഭാവത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ.